ശാന്തൂർ ഗ്രാമത്തിന്റെ ഒരു 360 വ്യൂ ആണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? നമ്മള് ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ, അതായത് കോയമ്പത്തൂർ വഴി നമ്മൾ വരുമ്പോ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും. പോകുന്നത് ഇതിൽ കാണുന്നുണ്ടോ? ബസ് പോകും, വണ്ടി പോകുന്നത് കാണുന്നുണ്ടല്ലോ. ആ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് കാണാൻ കിട്ടുന്ന സ്ഥലമാണ് ഈ ശാന്തൂർ. വേറെ വൈബാണ് ട്ടോ ഇവിടെ. വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നൊക്കെ പറയില്ല. അതാണ് CSI ചർച്ച്. ഈ കാണുന്നത് CSI ചർച്ചാണ്. ഈ ഒരു കാഴ്ചകളുടെ ഇടയിൽ ആ ഒരു ചർച്ച് ശരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ അതൊരു ഹട്ടി ഇരിക്കുന്നുണ്ട്. அந்த ஸ்ட்ரைட் ரோடு போகணும். அது எங்க போகுது? அது கொல்லிமலை. கொல்லிமலை. கொல்லிமலை பார்த்த பாலடா. உள்ளடா எங்க? அங்க அங்க. உள்ளடா அங்க. வர வழி ஸ்ட்ரைட் ரோடு. அப்போ ലൗഡയിൽ പോകണ്ട. ഇങ്ങ പോയിട്ട് കൊല്ലിമല നല്ല ഇടം. നല്ല ഇടം. കൊല്ലിമല അത് അപ്പുറം തനി ഒരു കൊല്ലിമല உள்ளடா அது தெரியும். நம்ம CSI காலேஜ் இருக்குல்ல, என்ஜினியரிங் காலேஜ். ஓகே அண்ணா என்ன மாடா? மாடு 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 மரம் ಎಷ್ಟು ಲ್ಯಾಂಡ್ ಗಿಡಲ್ಲಿ ವ್ಯಾಪಾರ ಬ್ರೋಕರ್. ಓಕೆ ರಿಯಲ್ ಎಸ್ಟೇಟ್ ಆ ಪೈಲ ಪಂಡಟ ಪಂಡದ அது இதெல்லாம் தரத்தா இதே பூமி மேல. ஓகே ஓகே. இங்க வீடு வைக்கிறதுக்கு பிளைன் ஆയിട്ടുള്ള இடம் சென்ட் எவ்வளோ? இங்கயா கரண்ட்ல இருக்குது 3.25. ஓகே. பிளைனா இல்ல ஸ்லோப்பா? இல்லடா இதே தான். இந்த மாதிரி. ஓகே. மெயின் ரோഡ് ഇല്ല, കുന്നൂർ റോഡ്. அந்த റോഡ് ഇന്ന് കീഴ പാക്കുമ്പോൾ കിടക്കുന്ന அந்த വാലി ഇതാ. ബസ് ബസ് അവിടെ പോകാൻ. ഓക്കെ ഓക്കെ. அங்கேருந்து அந்த அங்கே எத்தனை சென்ட் வாங்கிருக்கேன் மொத்தம்? இது ஒரு சேல்ஸ் இருக்கு இந்த வீட்டுக்கு பக்கத்துல. இந்த பிளைன் வீட்டுக்கு போற காம்பவுண்ட் போட்டுருக்கு. டாய்ஸ் சொல்றாங்க. எவ்வளோ? 6-7 ரூபாய் சொல்லுது. பொம்பளை வாங்கியிருக்க அந்த காலத்துல. அந்த காலத்துல അന്ന് കമ്മി റേറ്റില് ഇല്ല, അത് നല്ല വില കൊടുത്ത് വാങ്ങിയിരിക്കേ. ആണാ ഇടം നല്ല ഇടം അല്ലേ? അതിന്റെ சொல்றேன். இங்க 6 சென்ட் 6 சென்ட் 4 லட்சம். ஓகே. இங்க சிறுத்தா அந்த மாதிரி வருதா? இல்லடா அவ்வளவு இல்ல. திரு வந்துட்டு இருக்காது போயிடும். சிறுத்தை இங்க நடமாட்ட கம்மி. ஓகே ஓகே. சிறுத்தை இருக்கு, நாய் சிறுத்தை வரும். நல்ல சிறுத்தை இல்ல. கரடி இருக்கு. கரடி இருக்கா? கரடி ரொம்ப டேஞ்சர். டேஞ்சர் வருது போயிரு நிக்கல. எத்தனை பூமி வேணும் சார்? எத்தனை சென்ட் உங்களுக்கு வேணும்? இல்ல நான் கேட்டிருக்கு, யாரோ கேட்டாலு. சரி. நல்ல 3 ஏக்கர்.
പുള്ളി ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയും പുള്ളിയുടെ വീട്ടുകാരെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്. അതായത് ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. ഞാൻ നമ്മുടെ സുഹൃത്തിനെ ഇന്നലെ വരേണ്ടതാണെന്ന് നമ്മൾ ശരിക്കും ആക്കിയതാണ്. ഇന്നും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു. കോത്തഗിരി ആ ഒരു ഹില്ല് കാണുന്നുണ്ടാവും അറിയില്ല. അതൊക്കെ കോത്തഗിരിയുടെ ഒരു പാർട്ട്, കോത്തഗിരി അല്ല, കോത്തഗിരിയുടെ ഒരു ബോർഡർ ഭാഗമാണ് അത് എന്ന് പറഞ്ഞു. പിന്നെ ഇതാ ഈ ഒരു സ്ഥലത്ത് മൊത്തം ഈ 2-3 ചെറിയ സ്ഥലത്തായിട്ട് 1200 സംതിങ്ങോ അത്ര വീടുകളുണ്ട് പറഞ്ഞു. 1300. അങ്ങനെ. പിന്നെ പുള്ളിക്ക് 3 മക്കളാണ്. അതിനെ പറ്റി പറഞ്ഞു. കല്യാണം കഴിഞ്ഞു എല്ലാവരെയും. പുള്ളിക്ക് ഈ പശുവിനെ വളർത്തലും പശുവിന്റെ പാല് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അയാൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാ. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ്. പിന്നെ ഇവിടെ ഉള്ള ടൂറിസ്റ്റ് അങ്ങോട്ട് ടൂറിസ്റ്റ് ഇല്ല. അതെ ടൂറിസ്റ്റ് ഒന്നും വരുന്നില്ല. ടൂറിസ്റ്റ് വരാത്തോണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഈ കുറച്ചപ്പുറത്തായിട്ട് ഇളനെല്ലിയിലൊക്കെ അത്യാവശ്യം മലയാളികളുണ്ട് കേട്ടോ. പാലക്കാട് നിന്നൊക്കെ ആയിട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല. നമ്മള് ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, ദോശ ചായ, അവിടെ 100-300 മലയാളീസ് ഉണ്ട് എന്നത് പറഞ്ഞു. അതായത് ഒറ്റ ഒരു ലൊക്കാലിറ്റിയിലാവില്ല, കുറച്ച് ഡിസ്റ്റൻസിൽ ആയിട്ട് അത്യാവശ്യം മലയാളീസ് ഉണ്ട്. നമ്മള് വഴി ചോദിച്ചില്ലേ, അതില് 2 ആൾക്കാരോട് നമ്മള് തമിഴില് ചോദിച്ചപ്പോ അവരിങ്ങോട്ട് മലയാളത്തിലാണ് പറഞ്ഞത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് മലയാളീസ്. അതെ, അത് ഇവരുടെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ ഉള്ളവര്, പ്രത്യേകിച്ച് ബഡ്ഗാസ്. ഞാനത് മുന്നേ എന്റെ ഫസ്റ്റ് ഒരു സെക്കൻഡ് വീഡിയോയിലോട്ടും പറഞ്ഞിട്ടുണ്ട്. ബഡ്ഗാസ് ഈ അതിഥികളെ സൽക്കരിക്കാണ്ടല്ലോ വീട്ടിലെ ഗസ്റ്റിനൊക്കെ, അതിനവര് നമ്പർ 1. നമ്മളിപ്പോ ഫസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ബഡ്ഗാസിന്റെ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിച്ച കൈ ഉണ്ടല്ലോ, അത് അവര് പ്ലേറ്റ് കൊടുക്കാൻ അവിടെ കൊടുന്ന് വന്നിട്ട് വേറൊരു ബൗളില് വെള്ളം കൊടുത്തിട്ട് നമ്മളെ കൈ കഴുകി തരും. എന്നിട്ട് ആ പ്ലേറ്റ് അവർ തന്നെ മേടിച്ചിട്ടുണ്ടോ, നമ്മളെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കില്ല. നമ്മളത് തിരസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു വിഷമം പോലെയാണ് അത്. എന്നിട്ട് മുണ്ടായിട്ട് കൈ തുടച്ചു തരും. അങ്ങനൊക്കെ ഉണ്ട്. ഇമ്പോർട്ടന്റ് നല്ല കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഇതാണ് അവരുടെ മൈൻഡ് പറഞ്ഞാല്. അങ്ങനത്തെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ കാലത്തുള്ള ഒരു ഇത്, ആ ഒരു മൈൻഡ് അല്ല അവരത്. അതെ, നമുക്കൊന്ന് ഈ ഒരു എന്തെങ്കിലും ഹിഡൻ ജെംസ് ഉണ്ടോ നോക്കി നോക്കാം. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക. ഇത് നമ്മുടെ ശാന്തൂരിന്റെ ഭാഗമല്ലേ കാണുന്ന താഴത്ത്. ശാന്തൂര് രക്ഷയില്ല കേട്ടാ ആശിറേ. അടിപൊളി സ്ഥലം ശാന്തൂർ. അതായത് നമ്മള് ആ ഒരു മുകളിൽ നിന്ന് കാണുമ്പോ ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത്, പല വീഡിയോസിലും പല യൂട്യൂബേഴ്സും ആ കേത്തി വാലി വ്യൂ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അവിടെ ഒരു മറ്റേ ബൈനാക്കുലർ എന്തൊക്കെ ഒരു ലെൻസൊക്കെ വെച്ചിട്ടാണ് നോക്കുക. അപ്പോ ഈ കേത്തി വാലി മുകളിൽ നിന്ന് കാണുക. വ്യൂ പോയിന്റ് ആണ് അവിടെ. ഒരു ടവറൊക്കെ ഉണ്ട് ഹൈവേയിൽ നിന്ന് മുകളിൽ നിന്ന് കണ്ട്. അപ്പൊ കാണുന്ന സ്ഥലം ആണ് ഈ പറഞ്ഞ ശാന്തൂര്, കേത്തി വാലി, അതൊക്കെ. കമ്മന്തു പേരുകളൊന്നും വായിക്കാണ്ടിരിക്കാനല്ലേ. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോവാൻ പറ്റിയെങ്കിൽ ഞാൻ കുറച്ചായി ആഗ്രഹിക്കണം. ശാന്തൂര് കണ്ടു. ശാന്തൂർ കണ്ട് കുറച്ച് സ്ഥലം മേടിച്ച് സെറ്റ് ആയാലും ആശിറേ. അത് നഞ്ചനാട്. അത് മറ്റേ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന്റെ അടുത്ത്. അങ്ങനെ അതും നല്ല സ്ഥലമാണ്, ഇതും നല്ല സ്ഥലം. അതായത് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി അവിടെ ഒക്കെ നല്ല സ്ഥലമാണ്. അത്ര ഇതാ എനിക്ക് പലപ്പോഴും തോന്നും, ഇവിടെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, ഇവിടെ സെറ്റ് ആയാൽ മതിയായിരുന്നു. ഇനി കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഞാൻ കാണാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ
വീഡിയോസിൽ വരും. എക്സ്പ്ലോർ ചെയ്യണം. തൂണേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോഴിക്കോട് ജില്ലയിലത്തെ തൂണേരി അല്ല, ഇവിടെ തൂണേരി പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി കോത്തഗിരി ഭാഗത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെയുണ്ട് ഒരുപാട് സ്ഥലം. മേൽക്കോത്തഗിരി, കീഴ്ക്കോത്തഗിരി, പിന്നെ നമ്മളെ ജയലളിതയുടെ എസ്റ്റേറ്റ് ഉള്ളൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് കോടനാട്. അടിപൊളി സ്ഥലമാട്ടോ. നമുക്ക് പറ്റുകയാണെന്നുവെച്ചെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം. ലക്ഷ്യമില്ലാത്ത യാത്രകളാണ്. നല്ല നല്ല സ്ഥലങ്ങൾ കാണുക. അതെ 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 അതെ. നമ്മള് ഒരു ചിലപ്പോ ചിലര് ഒറ്റ ഡേ ഒരു വൺ ഡേ ട്രിപ്പിൽ വരും, അല്ലെങ്കിൽ ഒരു നൈറ്റ് സ്റ്റേ, 2 ഡേ സൈറ്റ് സീയിങ്. അതിലത്തെ ഒരു ദിവസത്തിന്റെ പകുതി യാത്രയിൽ പോയിട്ടുണ്ടാവും. എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു അതിരാവിലെ ഒരു 3:30-4 മണി, മാക്സിമം 5ന്റെ മുന്നായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതായത് ഒരു എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലക്കാരുടെ ഒരു ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 5 to 7 hours ആയിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് വരിക. അപ്പൊ നമ്മളൊരു 5 മണിക്കയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 10-12ന്റെ ഉള്ളിൽ എത്താൻ പറ്റും. അതും ആവരുത്. 7 മണിക്കൂറൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുലർച്ചെ 3 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സൈറ്റ് സീയിങ്ങിനായിട്ട്. വരരുത്, ഒരിക്കലും വരരുത്. നമ്മൾ അത്രയും ഫ്യൂവല് ഇപ്പൊ ഒരു 2000 അല്ലെങ്കിൽ 3000 രൂപ ഒക്കെ ഒരു സ്വന്തമായിട്ടൊരു വണ്ടിയിൽ ഫ്യൂവല് അടിച്ചു വന്നു കഴിഞ്ഞിട്ട് ചിലവരാണെച്ചെങ്കിൽ ഒരു സ്റ്റേ പോലും ഉണ്ടാവില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യണം, പിന്നെ ഇവിടുത്തെ നല്ല നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെ ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു 3 days പ്ലാൻ ആയിട്ടെങ്കിലും വരണം. പക്ഷെ അങ്ങനെ വളരെ കുറവ് ആൾക്കാരെ വരുള്ളൂ. പലരുടെയും പ്രശ്നം ബഡ്ജറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള മൈൻഡഡ് ആയിട്ടുള്ള ഹോട്ടൽസിൽ വരാം. അതെ, അതിന് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ ഓഫ് സീസൺ നോക്കി വരണം. സാറ്റർഡേ സൺഡേസിൽ ഊട്ടിയിൽ വരാതിരിക്കുക. സാറ്റർഡേ സൺഡേസിൽ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഇരട്ടിയൊക്കെ ആയിരിക്കും ആ ഒരു പ്രൈസ് വരിക. പിന്നെ പബ്ലിക് ഹോളിഡേയ്സ്, നാട്ടിലെ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ആ ഒരു ടാർഗറ്റ്. ഫുഡിന്റെ കാര്യം ഫുഡൊക്കെ നമ്മൾ കയറി കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ചോദിച്ച് തന്നെ കഴിക്കണം. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എല്ലാവരും അല്ല, ചിലരൊക്കെ നമ്മളെ അത് ശരിക്ക് മുതലാക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മെനു ഇല്ലാത്ത അല്ലെങ്കിൽ പ്രൈസ് മെൻഷൻ ചെയ്യാത്ത ഷോപ്പുകളിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മളെ അവര് പിഴിയും. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. മസാല ദോശ ആയിരുന്നു കഴിച്ചത്. പ്രൈസ് ചോദിച്ച് അതിലൊന്നൊരു എന്താ പറയാ ജാള്യതയും വരുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പൈസ നമ്മളെന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് വഞ്ചിതരാവുന്നത്? അതിന്റെ ഒരു ഇതില്ലല്ലോ ഇവിടുന്ന്. അതെ അതെ അതെ. ഇവിടെ ഏത് ഭാഗമാണ് അടിപൊളി കാഴ്ച ഉള്ളത്? മുകളില് ഇല്ല, നമുക്ക് താഴത്തേക്ക് പോകാല്ലേ? ഓക്കെ, ആയിരിക്കാം, അതിന്റെ വേറെ പാർട്ടിലേക്കായിരിക്കാം. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് പിടക്കാൻ നോക്കൂല എല്ലാവരും കേട്ടോ. നമ്മളൊക്കെ ഇഷ്ടംപോലെ വന്നവരായിരിക്കും, നമ്മളെക്കാട്ടി കൂടുതൽ വന്നവരുണ്ടായിരിക്കും അതില്. പക്ഷെ അല്ലാത്തവരോടാണ് പറയണത്, പറ്റുമെങ്കിൽ ഇതിനായിട്ടൊരു ഫണ്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കണ്ടെത്തുക.